ഹോയ് പഞ്ചാബ്. പഞ്ചാബ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ എത്തുക നമ്മുടെ രമണൻ, അതായത് പഞ്ചാബി ഹൗസ്. അങ്ങനെ രമണൻ ചേട്ടനെ ഓർത്തുകൊണ്ട് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് കുറച്ച് പഞ്ചാബ് കാഴ്ചകൾ. വിട്ടേക്കാം, വാ. നല്ല ഒതന്റിക് പഞ്ചാബ് ഫുഡ് തേടിയുള്ള യാത്രയിലാണ്. സംഗതി പഞ്ചാബിലൊന്നുമല്ല കേട്ടോ, നമ്മുടെ സ്വന്തം തലസ്ഥാനത്താണ്. തലസ്ഥാനത്ത് ഹോയ് പഞ്ചാബ് എന്നൊരു റെസ്റ്റോറൻറ്റ്, അതായത് ഒതന്റിക് പഞ്ചാബിൽ കിട്ടുന്ന ഒട്ടുമിക്ക ഭക്ഷണവും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ വേട്ട ആരംഭിക്കലാമാ? കൊള്ളാമല്ലേ? നല്ല നൈസ് ആംബിയൻസ്, അതായത് കുറച്ച് പ്രീമിയം റെസ്റ്റോറൻ്റ് ആണ്. സംഗതി നല്ല അടിപൊളി മട്ടനും ചിക്കൻ്റെ കുറേ വെറൈറ്റി ഐറ്റങ്ങളുണ്ട്. ഇതുകൊണ്ട് ഈ ബോർഡുണ്ടല്ലേ, മട്ടൻ്റെ മുട്ടൻ രുചി, അതായത് മുട്ടായിട്ട് ടേസ്റ്റ് സാധനം കേട്ടോ. ഹായ്, എന്താ പേര്? അനീന. നമ്മളിവിടെ മസ്റ്റായിട്ട് കഴിക്കണം ഉറപ്പിച്ചു വരാൻ പറ്റിയിട്ട് എന്താ? അപ്പറ്റൈസേഴ്സിൽ ക്രിസ്പി പാലക് ചാട്ടാണ് നമുക്ക് മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടും ഇച്ചിരി ഫേമസ് ആയിട്ടും വരുന്നത്. ഇതിന് ക്രിസ്പി പാലക് ചാട്ട് എന്ന് വരാൻ കാരണം തന്നെ അതിൻ്റെ ആ ക്രിസ്പിനെസ് കൊണ്ടാണ്, അതിൻ്റെ പേര് കൊണ്ടാണ്. ഇത് നമ്മുടെ സ്പിനാച്ച് ലീഫ് കടലമാവിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിന് മുകളിൽ ചിക്ക് പീസും പൊട്ടാറ്റോയും വെച്ച് ദെൻ കേർഡ്, ഇംലി ചട്നി ആൻഡ് മിൻറ്റ് ചട്നി എന്ന് ഗാർണിഷ് ചെയ്യുന്നതാണ് ക്രിസ്പി പാലക് ചാട്ട്. പിന്നെ കൽമി കബാബ് ഉണ്ട്, മെയിൻ കോഴ്സിൽ നല്ലി കോഴ്സ് ആൻഡ് മട്ടൻ തന്തൂർ റാൻ, ലാം ഷാങ് ആണ് 2 പീസ് വരുന്നത്. മെയിൻലി പഞ്ചാബി എന്ന് പറയുമ്പോൾ ഒരു സ്പൈസിനെസ്സാണ് വരുന്നത്. ഇത് സ്പൈസിനെസ് ഇഷ്ടമില്ലാത്തവർക്കായിട്ട് കഴിക്കാൻ പറ്റിയ, ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ലെസ് സ്പൈസി ആയിട്ടുള്ള കാഷ്യൂ ക്രീം ബേസിൽ വരുന്ന ഒരു ടിക്കാണ് മൂക്ക് മലായി ടിക്ക. പിന്നെ കബാബ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കബാബിൽ കൽമി കബാബ് ഉണ്ട്, അത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഡിഷാണ് ഹോയ് പഞ്ചാബിലെ. പിന്നെ ചിക്കൻ ടിക്ക ഹോയ് പഞ്ചാബ് ഉണ്ട്. പിന്നെ വെജിൽ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള കബാബ്സ് ഉണ്ട്. ചുക്കന്തർ കബാബ് എന്ന് പറയുന്നത് ബീട്രൂട്ടിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു കബാബാണ്. ഹെൽത്തിയസ്റ്റ് വെജിൽ വരുന്ന സ്റ്റാർട്ടേഴ്സാണ്. ബീട്രൂട്ട് ആണ് വരുന്നത്, ബീട്രൂട്ട് കബാബാണിത്. ബീട്രൂട്ടിനുള്ളിൽ ക്രീം ചീസ് ഫിൽ ചെയ്തിട്ട് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്ന കബാബാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു കബാബാണ്. നമുക്ക് 11:30 സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. നൈറ്റ് 11:30 വരെ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ടൈമിംഗ് ഉണ്ട്. കേരളത്തിലുണ്ട്, കൊച്ചിയിൽ 3 ഔട്ട്ലെറ്റ് ഉണ്ട്, കാലിക്കറ്റ് ഉണ്ട്, ട്രിവാൻഡ്രത്ത് 1 ഔട്ട്ലെറ്റ് ഉണ്ട്. അതെ, 5 ഔട്ട്ലെറ്റ് പുറത്തുണ്ട്. ഹൈദരാബാദിലുണ്ട്, ബാംഗ്ലൂർ, സൗദി അറേബ്യയിലുണ്ട്. क्या चाहिए? ये बटर चिकन. ये स्पेशल है ना? स्पेशल बटर चिकन. മെനു കാർഡ് ഉണ്ടല്ലേ, മെനു കാർഡിലെ ഐറ്റം മൊത്തം ഓർഡർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് 2-3 ഐറ്റം വെറൈറ്റി ഉള്ള സാധനം പിടിച്ചു. ഇതാണ് ഒരു ഐറ്റം കേട്ടോ, നേരത്തെ പറഞ്ഞു നമ്മൾ ക്രിസ്പി പാലക് ചാട്ട്. സംഗതി ക്രിസ്പിയാണ്, നൈസ്. ബട്ടർ ചിക്കൻ പറഞ്ഞിട്ടുണ്ട്, നെല്ലി, ആടിൻ്റെ നെല്ലി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ബീട്രൂട്ട് കബാബ്. അത് മൊത്തം ബീട്രൂട്ടാണ്. പൊളി. ഇതിപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ കഴക്കൂട്ടം ടു കോളം ഹൈവേ നോക്കുകയാണെങ്കിൽ കരിക്കങ്ങ ക്ഷേത്രത്തിന് അടുത്തായിട്ട് വരും. അതായത് റോയൽ ഡ്രൈവ് കാണാം. റോയൽ ഡ്രൈവ് തൊട്ടടുത്താണ് ഹോയ് പഞ്ചാബ്. വന്നു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ഐറ്റങ്ങളെല്ലാം കഴിച്ചിട്ട് പോവാം. അതായത് നമുക്ക് മടുപ്പ് വരുമ്പം തോന്നില്ലേ ഒന്ന് മാറ്റി പിടിക്കാമെന്ന്. ആ സമയത്തൊക്കെ വന്നാൽ നല്ല വെറൈറ്റി ഐറ്റങ്ങൾ, അതായത് നല്ല ഒതൻറ്റിക് പഞ്ചാബ് ഡിഷസ് കുറേ ഉണ്ട്. അത് പിന്നെ അതിൽ വെജ്, നോൺ വെജ്, അങ്ങനെ ഒരു കടൽ പോലെ കിടക്കുക അങ്ങോട്ട് മെനു. അപ്പോൾ തന്നെ ഞാൻ എന്തായാലും കഴിച്ചിട്ട് എല്ലാം കൂടെ വിട്ടേക്കും. പോട്ടെ, അപ്പം വായൂർ ബഹനവും വീണ്ടും കാണാം. പോട്ടെ, ടാറ്റ.